സംസ്ഥാനത്ത് പകർച്ചപ്പനി വ്യാപനം രൂക്ഷമായിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ വിദ്യാലയങ്ങളിൽ പകർച്ചവ്യാധി തടയുന്നതിനായി മാസ്ക് നിർബന്ധമാക്കാൻ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ നിർദ്ദേശം വന്നിരിക്കുകയാണ്. വിവിധ തരത്തിലുള്ള പകർച്ചപ്പനികളുടെ വ്യാപനം ഇതുവഴി തടയാനാകും. എല്ലാ വെള്ളിയാഴ്ചകളിലും സ്കൂളുകളിൽ ഡ്രൈ ഡേ ആചരിക്കണം, വ്യക്തി പരിസര ശുചിത്വത്തോടൊപ്പം വീടുകളിൽ ഡ്രൈ ഡേ ആചരിക്കണം എന്നിവയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ. പകർച്ചവ്യാധികൾ തടയുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആഴ്ചതോറും വാർഡ് തല ആരോഗ്യ ജാഗ്രതാ സമിതി യോഗം വേണം. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മാലിന്യ നിർമ്മാർജ്ജനം പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം. പോലീസ് സ്റ്റേഷൻ പരിസരത്ത് പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ വെള്ളം കെട്ടിനിൽക്കുന്നതും കൊതുക് പകരാൻ കാരണമാകും. ഇത് അടിയന്തരമായി നീക്കം ചെയ്യാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റു നിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ്: കുപ്പിവെള്ളത്തിന്റെ ഗുണമേന്മ പരിശോധിക്കണം, ഭക്ഷണശാലകൾ പരിശോധിക്കാൻ ഭക്ഷ്യവകുപ്പ് നടപടിയെടുക്കണം, ശുദ്ധജല വിതരണത്തിന് ജല അതോറിറ്റി പ്രത്യേക ശ്രദ്ധ ചെലുത്തണം, കൃഷിയിടങ്ങൾ, കെട്ടിട നിർമ്മാണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കൊതുക് വളരാവുന്നത് ഒഴിവാക്കണം. വളർത്തുമൃഗങ്ങളിലൂടെ രോഗം പകർച്ച ഉണ്ടാകുന്നില്ലെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉറപ്പുവരുത്തണം. വളർത്തുമൃഗങ്ങളുടെ വാക്സിനേഷൻ, തെരുവ് നായ്ക്കളുടെ വന്ധീകരണം എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടമായി താമസിക്കുന്ന ഇടങ്ങളിൽ തൊഴിൽ വകുപ്പിന്റെ നിയന്ത്രണത്തിൽ പരിശോധന നടത്തണം. റെയിൽവേ സ്റ്റേഷനുകളിലെ പൊതുസമ്പർക്ക സംവിധാനങ്ങൾ വഴി പ്രതിരോധ പ്രവർത്തന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കണം. ട്രെയിനുകളിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം, പാനീയം എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താനും റെയിൽവേ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശങ്ങൾ ഇനിയെങ്കിലും പാലിച്ചാൽ പകർച്ചവ്യാധിയുടെ പിടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ സാധിക്കും.